പോരാടി വിജയശ്രീലാളിതരായവരാണവർ. സ്വർഗത്തിനവർ ആനന്ദവും ഭൂമിക്ക് അനുഗ്രഹവും തിരുസഭയ്ക്ക് മഹത്വവുമാണ്. സ്വർഗത്തിന്റെ നിത്യാനന്ദത്തിൽ അവരോടൊപ്പം ആയിരിക്കുന്നതിന്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നന്മകൾ വർഷിക്കുന്നതിന് അവർ നമ്മെ മാടി വിളിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനധാരയിൽ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച യുഗപുരുഷനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ തിരുനാൾ തിരുസഭ ഇന്ന് കൊണ്ടാടുകയാണ്. മനുഷ്യനെ മനുഷ്യനോട് കൂടുതൽ അടുപ്പിക്കുന്ന രസതന്ത്രം ജീവിതത്തിൻ്റെ നിഷ്ഠയാക്കിയ അദ്ദേഹം ലോകമെമ്പാടുമുള്ള CMI സഭാ സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവാണ്. ആലപ്പുഴ ജില്ലയിലെ പ്രകൃതി രമണീയമായ കുട്ടനാട്ടിൽ കൈനഗരി ഗ്രാമത്തിൽ കുര്യാക്കോസ് മറിയം ദമ്പതികളുടെ 6ാമത്തെ പുത്രനായി 1805 ഫെബ്രുവരി 10 ഭൂജാതനായ വിശുദ്ധ ചാവറ അച്ഛൻ്റെ ആത്മീയ ജീവിതം, സാമൂഹ്യ സേവനം, വിദ്യാഭ്യാസ രംഗത്തെ അതുല്യ സംഭാവനകൾ എന്നിവയെ അനുസ്മരിക്കുവാനും അവയെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുവാനുമുള്ള പ്രചോദനമാക്കുവാനുമുള്ള അവസരമാണ് ഈ പുണ്യദിനം. വിശുദ്ധ ചാവറയച്ഛനെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കാം. നിരാശയുടെ ഇരുളകറ്റാൻ ഒരു ഗാനം മതി, പ്രാർത്ഥന തുടങ്ങാൻ ഒരു വാക്കുമതി, സത്യം തിരിച്ചറിയാൻ ഒരു ഹൃദയം മതി, അന്ധകാരം ദൂരെയകറ്റാൻ ഒരു തിരുനാളം മതി. നമ്മെ ഈശ്വര അനുഭവത്തിലേക്ക് നയിക്കുവാനായി നമ്മുടെ സ്കൂളിൻ്റെ നെടും തൂണായി സിബിയച്ചൻ കമ്പോസ് ചെയ്ത പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിനായി സ്കൂൾ ക്വയറിനെ ക്ഷണിക്കുന്നു. ആ
പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന അഭിവന്ദ്യ മാർ ജോസഫ് കുന്നത്ത് പിതാവിനെയും ഇന്നത്തെ സന്ദേശം നൽകാൻ എത്തിച്ചേർന്നിരിക്കുന്ന റെവറൻഡ് ഫാദർ അൻവിൻ മണ്ണൂരിനെയും സ്കൂൾ പ്രിൻസിപ്പൽ സിബി ഇമ്മാനുവലിനെയും ചാവറ അച്ഛന്റെ ജീവിത ചരിത്രത്തെ കുറിച്ച് സംസാരിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന അനയ സണ്ണി, ഷാരോൺ സജി, അനീഷ് അനട്രീസ സിനീഷ്, അഞ്ജന റൂബിൻ, അമയ ഗിരീഷ് എന്നിവരെയും വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ദിനാചരണത്തിന് ഔദ്യോഗികമായി തുടക്കമിടാനായി സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഫാദർ സിബി ഇമ്മാനുവലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ ദിനത്തിൽ സന്ദേശം നൽകുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട CMI സഭാ കുടുംബത്തിലെ ഒരു നവവൈദികൻ ആയ ബഹുമാനപ്പെട്ട അൻവിൻ മണ്ണൂരച്ച, സ്കൂൾ ചെയർപേഴ്സൺ അനയ സണ്ണി, ചാവറച്ചയെപ്പറ്റി സംസാരിക്കുവാൻ വേണ്ടി ലഘുപ്രബന്ധം ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട ബനേഷച്ച, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ കുട്ടികളെ, എല്ലാവർക്കും ഫൗണ്ടേഴ്സ് ഡേ ആ ദിനത്തിൻ്റെ ഹൃദ്യമായ നന്മകൾ ആശംസിക്കുന്നു. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഒരു ദിശാബോധമുണ്ട്, ലക്ഷ്യമുണ്ട്, ദർശനമുണ്ട്. ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് CMI സഭ, കത്തോലിക്ക സന്യാസ വൈദിക സമൂഹത്തിൻ്റെ ലോകമെങ്ങുമുള്ള അനേകം പ്രസ്ഥാനങ്ങളിലെ ഒരു ചെറിയ സ്ഥാപനം മാത്രമാണ്. ഈ മലയോര പ്രദേശത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കഴിഞ്ഞ 80 വർഷത്തിലധികമായി നമ്മൾ വിഭാവനം ചെയ്യുന്ന ദർശനങ്ങൾ ഓർമ്മിക്കാനും അതാരാണ് നൽകിയത് എന്ന് പഠിപ്പിക്കുവാനുമാണ് ഫൗണ്ടേഴ്സ് ഡേ നമ്മൾ ആചരിക്കുന്നത്. മറ്റ് ആമുഖങ്ങളില്ലാതെ ഇന്നത്തെ പ്രോഗ്രാമുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾ തന്നെയാണ്. ഈ ദിവസത്തിൽ അനുഗ്രഹപ്രദമായി യാദൃച്ഛികമായിട്ടാണ് കോടഞ്ചേരിക്കാരനായ അഭിവന്യ മാർ ജോസഫ് കുന്നത്ത് പിതാവിനെ നമുക്ക് ലഭിച്ചത്. അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ അഡിലാബാദ് എന്ന രൂപതയുടെ ആദ്യത്തെ ബിഷപ്പായിരുന്നു. അദ്ദേഹം 16 വർഷക്കാലം അവിടെ നയിച്ചു. പിന്നീട് അദ്ദേഹം പിൻഗാമിക്ക് വഴിമാറിക്കൊടുത്ത് അവിടെ തന്നെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. ഇപ്പോൾ അവധിക്കാലം ഓർഡിനേഷൻ സമയമായി നാട്ടിൽ വന്നതാണ്. വളരെ അനുഗ്രഹീതമായ ഈ ദിനത്തിൽ നമ്മുടെ ഈ ഹയർ സെക്കൻഡറി +1 +2 ഈ ബ്ലോക്കിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന അഭിവന്യ പിതാവിനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ചാവറ പിതാവിനെ പറ്റി സംസാരിക്കാൻ വലിയ ആളുകൾ ഉണ്ട്, ലോകമെങ്ങും ഉണ്ട്. പക്ഷേ നമ്മൾ ഇത്തവണ ഒരു നവവൈദികൻ, അദ്ദേഹം വൈദികനായിട്ട് 2 വർഷമായിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ ഇവിടുത്തെ പ്രിൻസിപ്പളായിട്ടോ ഒക്കെ വന്നേരാൻ സാധ്യതയുള്ള ആളാണ്. അദ്ദേഹത്തെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാം വളരെ ഷോർട്ടാണ്, കാരണം +2 കുട്ടികൾക്കൊക്കെ പരീക്ഷയൊക്കെ ഉള്ളതുകൊണ്ടും വേഗത്തിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹ്രസ്വമായ ഒരു സന്ദേശം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദൗത്യം മറ്റൊന്നുകൂടിയുണ്ട്. നമ്മുടെ ഈ കുട്ടികൾ അവർ +2 കുട്ടികളാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങൾ, ഇന്നലെ ഒരു അവധി ദിവസമായിരുന്നു, ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ചില പുസ്തകങ്ങൾ തരാം, ചാവറേച്ചനെ പറ്റി നിങ്ങളത് പഠിക്കുക, നിങ്ങൾ തോന്നുന്ന ചില വിഷയങ്ങൾ അവതരിപ്പിക്കുക, ഒരു ലഘു പ്രബന്ധങ്ങളായിട്ട്. ഇത് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത് കുട്ടികളുള്ളത്. അത് കേട്ട ശേഷം ഒരു ചെറിയൊരു വിലയിരുത്തൽ അദ്ദേഹം നടത്തും. തുടർന്ന് ഒരു ചെറിയ സന്ദേശം നൽകും. അതിനായി ഈ വേദിയെ അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട അൻവിൻ മണ്ണൂരച്ചനെ വളരെ സ്നേഹപുരസ്സരം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ വേദിയിൽ നമ്മൾ ലഘു പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന സ്കൂൾ ചെയർപേഴ്സൺ അനയ സണ്ണി, അനീഷ് സണ്ണി, അഞ്ജന റോബിൻ, അനറ്റ് ട്രീസ സിനീഷ്, അമയ ഗിരീഷ്, ഷാരോൺ സജി എന്നിവരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ബിനേഷച്ചൻ, അധ്യാപക സുഹൃത്തുക്കൾ, എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധയോടെ ഈ ചുരുങ്ങിയ സമയം നമുക്ക് ഇതിൽ പങ്കെടുക്കാം. നമ്മുടെ സ്ഥാപക പിതാവിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ അഭിവന്ദ്യ മാർ ജോസഫ് കുന്നത്ത് പിതാവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛ, മറ്റച്ഛന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനൊരു പഴയ മനുഷ്യനായതുകൊണ്ട് പുതിയ തലമുറയോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ പഴയ രീതിയിൽ തന്നെ സംസാരിച്ചു പോകും. നിങ്ങൾ പുതിയ രീതിയിൽ കേട്ടാൽ മതി. ഒരു പഴയ കഥ പറയാം. ആദ്യം ഒന്നും കൂട്ടിയാൽ എത്രയാണ്? പെട്ടെന്ന് എല്ലാവരും പറയും 2. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്, ഇമ്മണി വലിയ 1 ഒന്നും കൂടെ കൂട്ടിയാൽ ഇമ്മണി വലിയ 1 എന്നൊരു കുട്ടി പറഞ്ഞു. അപ്പോൾ ടീച്ചർ ചോദിച്ചു, അതെന്താണ് അങ്ങനെ? അപ്പോൾ അവൻ പറഞ്ഞു, ഒരു നദി അവിടെ നിന്ന് ഒഴുകി വരുന്നു, വേറൊരു നദി ഇവിടെ നിന്ന് ഒഴുകി വരുന്നു, ഇത് രണ്ടും കൂടെ കൂടി ചേർന്നപ്പോൾ ഇമ്മണി വലിയ നദി. അപ്പോൾ ഒന്നും കൂടെ കൂട്ടിയാൽ ഇമ്മണി വലിയ 1. വ്യത്യാസപ്പെട്ട് ചിന്തിക്കുന്ന രീതിയെപ്പറ്റി പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. പണ്ടൊരു DO സ്കൂളിൽ ഇൻസ്പെക്ഷൻ വന്നു. ഇതൊക്കെ പഴയ കഥകളാണ്, നിങ്ങൾക്ക് കേട്ടിട്ടുള്ളതാണ്. ക്ലാസ്സിലേക്ക് കയറി വന്നു. ഇപ്പോൾ വിഷയം എന്താണെന്ന് ചോദിച്ചു. മാത്തമാറ്റിക്സാണ്, കണക്കാണ്. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കാം. അയാളൊരു ചോദ്യം ചോദിച്ചു. ഈ ക്ലാസ് റൂമിന് 20 അടി വീതിയും 30 അടി നീളവുമുണ്ട്, എന്നാൽ എൻ്റെ വയസ്സ് എത്രയാണ്? എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്, ഇവിടെ എങ്ങനെ ഉത്തരം കാണുക എന്ന്. ഒരു കുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സാറിൻ്റെ വയസ്സ് 44ആണ്. അപ്പോൾ കണക്ക് ചെയ്ത വഴി എങ്ങനെയാണ് ഇത് കിട്ടിയത്, ഉത്തരം കിട്ടിയത് എങ്ങനെയാണെന്ന് DO ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊരു ചേട്ടനുണ്ട്, അവൻ അരക്കിറുക്കനാണ്, അവൻ 22 വയസ്സേ ഉള്ളൂ. അപ്പോൾ മിക്കവാറും സാറിന് 44 വയസ്സ് കാണും. ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം. ഒരു ചോദ്യത്തിലും തെറ്റുണ്ടാകാം. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പ്രതികരിക്കുന്നത് അറിയാൻ മേലാന്നും പറഞ്ഞിരിക്കുകയല്ല, ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചിട്ട് മറുപടി പറയാൻ പഠിക്കുക. ഞാനിന്ന് ചാവറയച്ചനെ പറ്റി പറയാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത അതാണ്. ചാവറയച്ചൻ ആരെയും പഴിച്ചില്ല, ആരെയും കുറ്റം പറഞ്ഞില്ല. കിട്ടിയ സാഹചര്യങ്ങളിൽ ശാന്തമായി ജീവിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചു. ഈ സമൂഹത്തിന് എന്താണ് ആവശ്യമെന്ന് ചിന്തിച്ചു. ഈ സമൂഹത്തിൻ്റെ ആവശ്യം എന്താണെന്ന് ചിന്തിച്ചിട്ട് ഈ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്തു. ചാവറയച്ചൻ ചെയ്തത് അതുപോലെ അനുകരിക്കാൻ വേണ്ടിയല്ല നമ്മളിന്ന് ജീവിക്കുന്നത്. ചാവറയച്ചൻ ചെയ്തത് 2 നൂറ്റാണ്ട് മുമ്പ് ചെയ്ത ആ കാര്യങ്ങൾക്ക് ഇന്നത്തെ കാലത്തിൻ്റെ ഭാഷ്യം നമ്മൾ കൊടുക്കണം. ഇന്നത്തെ കാലത്തിൻ്റെ ഭാഷ്യം ഇന്നത്തെ ആവശ്യങ്ങളനുസരിച്ച് നാം ചിന്തിച്ചെടുക്കണം. അതിനാണ് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ചാവറയച്ചൻ പ്രതീക്ഷിക്കുന്നത് അതാണ്. ഇന്ന് നമ്മളെങ്ങനെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നു? അദ്ദേഹം ചെയ്ത വളരെയധികം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ 200 കൊല്ലം കഴിഞ്ഞ ശേഷം എന്ത് വ്യത്യാസം വന്നിട്ടുണ്ട്, ഏത് തരത്തിലാണ് നാം കാണേണ്ടതെന്ന് ക്രിയേറ്റീവായിട്ടും വിമർശന ബുദ്ധിയോടുകൂടിയും ചിന്തിക്കുന്ന ആളുകളായി നമ്മൾ വളരണം. എനിക്ക് തോന്നുന്നത് ചാവറയച്ചൻ പ്രതീക്ഷിക്കുന്നത് അതാണ്. നമ്മുടെ വളർച്ച അതിനു വേണ്ടിയാണ്, നമ്മുടെ പ്രാർത്ഥന അതിനു വേണ്ടിയാണ്, നമ്മൾ ഈ രീതിയിൽ വളരാൻ വേണ്ടിയാണ്. ചാവറയച്ചനിൽ നിന്നും കുറേ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്ന ഒരു വിശുദ്ധനായിട്ട് മാത്രം ചാവറയച്ചനെ കണ്ടാൽ പോരാ. അദ്ദേഹം അന്നത്തെ സാഹചര്യങ്ങളെ എങ്ങനെ വിലയിരുത്തിയെന്ന് പഠിച്ചിട്ട് ഇന്നത്തെ സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ വിലയിരുത്തണമെന്ന് ചിന്തിക്കേണ്ട കാലമാണിത്. നമ്മളാരും പാസീവായിട്ട് 1 2 എന്ന് പറഞ്ഞങ്ങ് പഠിച്ചാൽ പോരാ. ഇമ്മണി വല്ലയെന്നുകൂടി സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളരണം. അതുപോലെ തന്നെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ അറിയാൻ പാടില്ലാതെ വന്നാൽ അത് വിട്ടുകളയുകയല്ല,
അതിന് ഉത്തരം കണ്ടുപിടിക്കുവാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തും. അതുകൊണ്ടാണ് ഞാൻ ആ 2 കഥ ആദ്യം പറഞ്ഞത്. നമ്മളൊക്കെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം. നമുക്ക് എന്ത് സംഭാവന ചെയ്യാനുണ്ട് ഈ സമൂഹത്തിന് എന്ന് ചിന്തിക്കണം. നമ്മളാരും ഈ സമൂഹത്തെ വിട്ടൊഴിഞ്ഞ് പുറരാജ്യത്തേക്ക് പോകാനുള്ളവരല്ല. ഈ സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ കടപ്പാട് നമുക്കുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നൊരു വലിയ പ്രതിഭാസമാണ്. +2 കഴിഞ്ഞാൽ എല്ലാവരും എങ്ങനെയെങ്കിലും കാനഡയ്ക്കോ UK-ക്കോ ജർമ്മനിക്കോ ഓസ്ട്രേലിയയ്ക്കോ ന്യൂസിലൻഡിനോ ഒക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് ഈ സമൂഹത്തെ വിട്ടു പോകാൻ പറ്റാത്ത രീതിയിൽ ഈ സമൂഹത്തോട് നമുക്കൊരു കടപ്പാടുണ്ടെന്ന് നാം ഓർത്തിരിക്കണം. ഈ സമൂഹത്തിന് വേണ്ടിയാണ് സമൂഹം നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇവരെ ആരെയും ഇവിടെയുള്ളവരെയെല്ലാം വിട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിച്ചാൽ പോരാ. അതാണ് ചാവറയച്ചൻ്റെ സംഭാവന. നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചാവറയച്ചൻ കൊടുത്തത് ഈ സമൂഹത്തെ ഉപേക്ഷിച്ച് പോവുകയല്ല, കൈവിടുകയല്ല ചെയ്തത്. ഈ സമൂഹത്തെ കരുതലോടുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു തലമുറ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ സംരംഭം ചാവറയച്ചൻ്റെ ഈ തിരുനാൾ ആഘോഷം നടത്തുന്ന ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉള്ള എൻ്റെ സന്ദേശം ഇതാണ്. നമ്മളൊക്കെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയും വിമർശിക്കണം. നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ കണ്ണുമടച്ച് സ്വീകരിച്ചാൽ പോരാ. നമ്മൾ വിമർശന ബുദ്ധിയെ സ്വീകരിച്ച് നമ്മൾ അതിന് എങ്ങനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് വളരണം. ഇതിന് ചാവറയച്ചൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതിഹാസ തുല്യമായ ചാവറയച്ചൻ്റെ ജീവിത ചരിത്രത്തിലൂടെ നമ്മളൊരു യാത്ര ആരംഭിക്കുകയാണ്. +2 വിഭാഗത്തിലെ 6 വിദ്യാർത്ഥികളാണ് വിശുദ്ധ ചാവറയച്ചനെ പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ചാവറയച്ചൻ്റെ ആത്മീയതയുടെയും സമരശീലമായ ജീവിതത്തിൻ്റെയും അടയാളങ്ങളാണ് ഓരോ വിശ്വാസിയും മാതൃകയാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുവാനായി സ്കൂൾ ചെയർപേഴ്സൺ അനിയ സണ്ണിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിദ്യാധനം സർവധനാൽ പ്രധാനം. ഈ വാക്യത്തിൻ്റെ അപഗ്രഥനമാണ് നാം ഇന്ന് കാണുന്ന CMI സ്ഥാപനങ്ങളുടെ എല്ലാം ഉത്ഭവം. ഇന്ന് ജനുവരി 3 നാം പഠിക്കുന്ന സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാർഗദർശിയും സർവോപരി കേരള സമൂഹത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിൽ ഒട്ടനവധി പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുകയും കേരള കത്തോലിക്ക സഭയിൽ നിന്നും വിശുദ്ധിയുടെ മകുടം അണിയുകയും ചെയ്ത വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ തിരുനാൾ ദിനമാണ് ഇന്ന്. 1805 ഫെബ്രുവരി 10 കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട്ടിലെ കൈനഗരി എന്ന ഗ്രാമത്തിൽ കുര്യാക്കോ മറിയം ദമ്പതികളുടെ മകനായി ചാവറയച്ചൻ ജനിച്ചു. തികഞ്ഞ ദൈവഭക്തിയിൽ വളർന്ന പിതാവ് 24-ാം വയസ്സിൽ ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ക്രിസ്തുവിൻ്റെ അനുയായിയായി ദരിദ്രരെ സഹായിക്കാൻ, നിർധനർക്ക് ആശ്വാസമാകാൻ, അറിവില്ലാത്തവരെ പഠിപ്പിക്കാൻ, അങ്ങനെ തൻ്റെ പുരോഹിത ജീവിതത്തിലൂടെ എളിയവർക്ക് സങ്കേതമായി അദ്ദേഹം മാറി. അതിനായി ചാവറയച്ചനിൽ നിന്നും ഇന്ന് ഈ വിദ്യാലയത്തിൻ്റെ ശക്തി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന CMI സന്യാസ സമൂഹവും CMC സന്യസ്ത സമൂഹവും ഉദ്ഭവിച്ചു. ഇന്ന് കേരളക്കരയിലെന്ന് മാത്രമല്ല ലോകമെമ്പാടും വിദ്യാഭ്യാസം പകർന്നും ആതുര ശുശ്രൂഷയും ഇതര സമൂഹ സേവന ശുശ്രൂഷകളിലൂടെയും കർമ്മനിരതരായി ഈ സഭയിലെ അംഗങ്ങൾ അശ്രാന്തം പരിശ്രമിക്കുന്നു. ഒരു കാലത്ത് അജ്ഞതയുടെ ഇരുൾ കേരള സമൂഹത്തെ ആകെ കീഴടക്കിയപ്പോൾ അദ്ദേഹം ഒരുപാട് സാമൂഹ്യ പരിഷ്കരണങ്ങൾ സമൂഹത്തിൽ നടപ്പിലാക്കി. 1846 മാന്നാനത്ത് ചാവറ പിതാവ് സ്ഥാപിച്ച പ്രസ്സായിരുന്നു കേരളത്തിലെ നിലവിലുള്ള ഏക കത്തോലിക്ക പ്രസ്. ജനങ്ങളിൽ നന്മയും അക്ഷരലോകത്തേക്ക് കേരളത്തെ കൈപിടിച്ച് നടത്തുകയുമായിരുന്നു ചാവറ പിതാവ്. ആധ്യാത്മികതയോടൊപ്പം തൻ്റെ പഠനങ്ങളും ദർശനങ്ങളും അദ്ദേഹം തൻ്റെ തൂലികയിൽ നിന്ന് രചിക്കുകയും ചെയ്തു. ഒരു നല്ല കുടുംബത്തിൻ്റെ പ്രത്യേകതകളും വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളും അദ്ദേഹം തൻ്റെ രചനയിലൂടെ പറഞ്ഞു തരുന്നു. നിമ്നോമ്നിതികൾക്കിടയിൽ സവർണരെന്നും അവർണരെന്നും മുദ്രകുത്തി സമൂഹത്തെ രണ്ടായി മാറ്റിയതിനെ തച്ചുടയ്ക്കാൻ
അദ്ദേഹം പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം നടപ്പിലാക്കി. അങ്ങനെയാണിന്ന് ആയിരക്കണക്കിന് വ്യക്തികൾക്ക് മാർഗദീപമായി മാറിയ ഈ വിദ്യാലയം ഇടവക ദേവാലയത്തോടൊപ്പം നിലകൊള്ളുന്നത്. 1936 മുതൽ ആദ്യമായി ഉച്ചക്കഞ്ഞി സമ്പ്രദായം നടപ്പിലാക്കിയതും ഈ വിദ്യാലയങ്ങളിൽ വെച്ചാണ്. 1871 ജനുവരി 3 ഈ പുണ്യസൂനം ഇഹലോകവാസം വെടിഞ്ഞു. 2014 നവംബർ 23 ആഗോള സഭയിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. ദൈവത്തെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് മനുഷ്യരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ടാണെന്നതിൽ ചാവറ പിതാവിന് 2 പക്ഷമില്ലായിരുന്നു. കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ മുൻനിരയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. സമൂഹം ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്താൻ ചുക്കാൻ പിടിച്ചത് അല്ലെങ്കിൽ ആരംഭം ചാവറയച്ചനിൽ നിന്നാണ്. ചാവറ പിതാവ് പരിശുദ്ധ മാതാവിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ഇതുവരെയും മാതാവിൻ്റെ നാമത്തിൽ ഞാൻ വല വീശിയിട്ട് ഒന്നും ലഭിക്കാതെ വല തിരിച്ചു വലിച്ചിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ ദൈവമാതാവിൻ്റെ നാമത്തിൽ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആരംഭ കാലഘട്ടം മുതൽ ആഢ്യതയിലും പ്രൗഢിയിലും നാം എന്നും മുന്നിലാണ്. മലയോര മേഖലയിൽ നിന്നും ചാവറ പിതാവിനെ മാർഗദർശിയായി സ്വീകരിച്ച് ഇന്ന് പ്രശസ്തി ആർജിച്ച് നിൽക്കുന്ന ഈ വിദ്യാലയത്തിൽ നിന്ന് നമുക്ക് സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ചാവറയച്ചൻ്റെ ഓർമ്മദിനം ആഘോഷിക്കാം. നന്ദി. അറിവിന് അതിർവരമ്പുകൾ കെട്ടി വർണ്ണ വർഗ ലിംഗവ്യത്യാസങ്ങൾ വരിഞ്ഞു മുറുക്കി ആഗ്രഹിക്കുന്നവർക്ക് എന്നും എത്താക്കനിയായി വിദ്യാഭ്യാസം മാറിയ ഒരു കാലഘട്ടം. ഇന്നത്തെ തലമുറയ്ക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത ഒരു ദുരവസ്ഥ. ഇരുൾ മൂടിയ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകളിൽ ശ്വാസം മുട്ടി ജീവിതം മുന്നോട്ട് തള്ളി നീക്കിയ കേരള ജനതയുടെ ഇടയിൽ ഒരു പുത്തൻ താരോദയം. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, കേരള ജനതയുടെ സ്വകാര്യ അഹങ്കാരമായ പുണ്യപ്രതിഭ. നിരക്ഷരതയും അന്ധവിശ്വാസങ്ങളുമാണ് സമൂഹത്തിലെ എല്ലാ മൂല്യച്യൂതികൾക്കും അടിസ്ഥാന കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ജനങ്ങളെ ക്രിസ്തീയ മൂല്യങ്ങളിലും ആത്മീയതയിലും നയിക്കുന്നതിനോടൊപ്പം അവരുടെ വിദ്യാഭ്യാസവും ഒരു ക്രിസ്തീയ പുരോഹിതൻ്റെ ധർമ്മമായി അദ്ദേഹം കരുതി. തൻ്റെ പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായി CMI സഭാസ്ഥാപനത്തിന് ശേഷം കേരളത്തിലുടനീളം അദ്ദേഹം സെമിനാരികൾ സ്ഥാപിച്ചു. വാഴക്കുളം, ഏൽത്തുരുത്ത്, കൂനമ്മാവ്, പുളിങ്കുന്ന് മുതലായ സെമിനാരികൾ അവയിൽ പ്രധാനപ്പെട്ടതും പ്രശസ്തവുമാണ്. സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഉന്നമനം വൈദികരുടെ ഉത്തരവാദിത്തമായിരുന്നതുകൊണ്ട് വൈദിക വിദ്യാർത്ഥികൾക്ക് സെമിനാരിയിൽ വിവിധ ഭാഷാ പഠനം, മനഃശാസ്ത്രം, തത്വചിന്ത, സംഗീതം, പ്രസംഗം, സാഹിത്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ ആഴത്തിലുള്ള പരിശീലനം അദ്ദേഹം ഉറപ്പാക്കി. ആ കാലഘട്ടത്തിലെ സംസ്കൃത ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ ചാവറയച്ചൻ മാന്നാനം ആശ്രമത്തിനോടനുബന്ധിച്ച് ഒരു സംസ്കൃത വിദ്യാലയം ആരംഭിക്കുന്നു. സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു രാമവാര്യരെ അച്ഛൻ അവിടെ ഹെഡ് മാസ്റ്ററായി നിയമിക്കുന്നു. എല്ലാ ജനവിഭാഗങ്ങൾക്കും അവിടെ വിദ്യാഭ്യാസത്തിന് പ്രവേശനമുണ്ടായിരുന്നു. ജാതിയോ മതമോ ഒരിക്കലും അച്ഛൻ നിർമ്മിച്ച സ്കൂളുകളിൽ ഒരു മാനദണ്ഡമായിരുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിലെ നവോത്ഥാനത്തിൻ്റെ തുടക്കമായി മാറി അച്ഛൻ്റെ സ്കൂൾ. വാരാപ്പുഴ മെത്രാപ്പൊലിത്തയായിരുന്ന ഇറ്റാലിയൻ മിഷണറി ഡോക്ടർ ബെർഡനിൻ ബച്ചനല്ലിയ ചാവറയച്ചന് എല്ലാ പിന്തുണയും പ്രോത്സാഹനവുമായി ഒപ്പം നിന്നിരുന്നു. രാജ്യം പുരോഗതി പ്രാപിക്കുന്നതിന് ജനങ്ങളുടെ ഭൗതിക വളർച്ച അത്യന്താപേക്ഷിതമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു മെത്രാപ്പൊലിത്ത. എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ വേണം എന്ന ആശയം അദ്ദേഹം മുൻപോട്ട് വെച്ചു. അതിൻ്റെ ചുമതല ചാവറയച്ചനെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. ചാവറയച്ചൻ അതിനായി വിശ്രമമില്ലാതെ ഓടി നടന്ന് അധ്വാനിച്ചു. മാതൃഭാഷയോടൊപ്പം ഇംഗ്ലീഷ് ഭാഷ ജനങ്ങൾ പഠിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പള്ളിക്കൂടങ്ങളിൽ ഒന്നും യാതൊരു വിവേചനങ്ങളുമില്ലാതെ എല്ലാ ജനങ്ങൾക്കും പ്രവേശനം നൽകാൻ അദ്ദേഹം നിഷ്കർഷിച്ചു. ഹരിജനോദ്ധാരണത്തിനായി ആർപ്പുകരയിൽ ഒരു സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ചു. അവർക്ക് ഉച്ചഭക്ഷണം, വസ്ത്രം, പഠനോപകരണങ്ങൾ എല്ലാം സൗജന്യമായി നൽകി വിദ്യാർത്ഥികളെ വിദ്യാലയങ്ങളിലേക്ക് ആകർഷിച്ചു. അതിന് നാട്ടിലെ നല്ല മനസ്സുകൾ അച്ഛനോടൊപ്പം കൈകോർത്തു. ഊർജ്ജസ്വലനും കർമ്മനിരതനുമായ ചാവറയച്ചന് വളരെ വേഗം എല്ലാ ജനങ്ങളും അവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നൽകി.
മനുഷ്യാവകാശത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മാറ്റങ്ങൾ സമൂഹത്തിലുടനീളം അന്ന് അലയടിച്ചിരുന്നു. ഒരു പുണ്യയുഗപ്പിറവിക്ക് അന്ന് നാന്തി കുറിച്ചു. പിന്നീട് 1865 മാന്നാനത്ത് ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചതും ചാവറയച്ചനാണ്. ഒരു കത്തോലിക്ക പുരോഹിത ശ്രേഷ്ഠൻ മാത്രമായിരുന്നില്ല ചാവറയച്ചൻ. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ മഹാരാജാവ് എന്നിവരൊക്കെ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കളും ഒരേ ആശയങ്ങൾക്കായി പ്രവർത്തിച്ചിരുന്നവരുമായിരുന്നു. കേരളം ഇന്ന് കാണുന്ന സാമൂഹിക സാംസ്കാരിക ഉന്നമനത്തിന് പിന്നിൽ ചാവറയച്ചൻ്റെ സ്ഥിരോത്സാഹവും ഉറച്ച തീരുമാനങ്ങളും എന്നും വഴികാട്ടിയായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച CMI സന്യാസ സഭയും സ്ഥാപനങ്ങളും ലോകമെമ്പാടും ഇന്ന് പടർന്ന് പന്തലിച്ച് ഒരു വലിയ വടവൃക്ഷമായി മാറിയിരിക്കുന്നു. നമ്മുടെ കലാലയവും അതിലൊന്നാണ് എന്നത് അഭിമാനത്തോടെ ഓർക്കുന്നു. ചാവറയച്ചൻ്റെ പ്രാർത്ഥനകളും അനുഗ്രഹവും നമ്മോടൊപ്പം എന്നും ഉണ്ടായിരിക്കട്ടെ. നന്ദി, നമസ്കാരം. ലോക പുസ്തക ദിനവും വായനാ ദിനവും ആചരിക്കാൻ തുടങ്ങിയത് ഈ നൂറ്റാണ്ടിലാണ്. എന്നാൽ പുസ്തകത്തിൻ്റെയും വായനയുടെയും പ്രാധാന്യം അതിനും ദശകങ്ങൾക്ക് മുൻപ് തിരിച്ചറിഞ്ഞ ദീർഘദർശി കൂടിയായിരുന്നു ചാവറയച്ചൻ. കേവലം വിദ്യാലയങ്ങൾക്ക് സാധിക്കാത്തത് പുസ്തക വായന കൊണ്ട് സാധിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കാരണം സമൂഹത്തിൽ സാൻമാർഗിക സദാചാര ധാർമ്മിക ബോധവും ആത്മീയ നവീകരണവും പ്രകൃതി ബോധവുമൊക്കെ ഉണ്ടാകേണ്ടതിനും നിലനിൽക്കേണ്ടതിനുമുള്ള മാർഗമാണ് പുസ്തക വായന. വാമൊഴിയായും വരമൊഴിയായും മാത്രം അറിവുകൾ കൈമാറപ്പെടുകയും പുസ്തകങ്ങളും വായനക്കാരും അങ്കുലി പരിമിതങ്ങളുമായിരുന്ന കാലത്താണ് ചാവറയച്ചൻ കേരളത്തിൽ പ്രസ് സ്ഥാപിച്ചത്. കേരളത്തിൽ അച്ചടി വിദ്യ ആരംഭിച്ചിട്ട് 2 നൂറ്റാണ്ട് പിന്നിട്ടുവെങ്കിലും പലയിടങ്ങളിലും അച്ചടിയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ആവിർഭവിച്ചിരുന്നില്ല. ജനങ്ങൾക്കിടയിലെ അക്ഷരജ്ഞാനത്തിൻ്റെ കുറവ് തന്നെയായിരുന്നു പ്രധാന കാരണം. തന്മൂലമുണ്ടായിരുന്ന സാമൂഹികവും സാംസ്കാരികവുമായിരുന്ന മുരടപ്പിന് പരിഹാരമുണ്ടാക്കുകയായിരുന്നു ചാവറയച്ചൻ്റെ പുതിയ കർമ്മ പരിപാടി. അതിനായി വിദ്യാലയങ്ങൾ മാത്രം സ്ഥാപിച്ചാൽ മതിയാവില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സ്വന്തമായി ഒരു മുദ്രണാലയം സ്ഥാപിക്കുകയാണ് അതിന് ഏറ്റവും അനുയോജ്യമായ കാര്യം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ സ്വന്തമായൊരു അച്ചടി യന്ത്രം വാങ്ങുവാനുള്ള സാമ്പത്തിക ശേഷിയില്ലായിരുന്നു. കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന 3 പ്രസ്സുകളായിരുന്നു കോട്ടയം CMS പ്രസ്, തിരുവനന്തപുരത്ത് സർക്കാർ പ്രസ്, കൊച്ചിയിലെ കർമ്മലീത്തക്കാരുടെ പ്രസ്. ഇതിലെ കോട്ടയം CMS പ്രസ്സിൽ ചാവറയച്ചന് പ്രവേശനാനുമതി പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം തിരുവനന്തപുരത്തെ സർക്കാർ പ്രസ് ബഹുമാനപ്പെട്ട ദലഗാദ മൂപ്പൻ്റെ അനുവാദത്തോടെ പറമ്പിൽ കുര്യാക്കോസ് എന്ന കലാകാരനോടൊപ്പം സന്ദർശിക്കുകയും ഒരച്ചടിശാലയുടെ പ്രവർത്തനങ്ങളും നിർമ്മിതികളും സൂക്ഷ്മമായി മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തു. തുടർന്ന് പറമ്പിൽ കുര്യാക്കോസ് വാഴപ്പിണ്ടിയിൽ പണിത മാതൃക നോക്കി വിദഗ്ധനായ ഒരാശാരിയെ കൊണ്ട് മരം കൊണ്ട് ഒരച്ചടി യന്ത്രമുണ്ടാക്കി അത് കരിങ്കൽ തറയിൽ സ്ഥാപിച്ചു. ഇതാണ് ചാവറയച്ചൻ 1844 മാന്നാനത്ത് സ്ഥാപിച്ച ആദ്യ അച്ചടി യന്ത്രം. പിന്നീട് മാന്നാനം സെൻറ് ജോസഫ്സ് പ്രസ് എന്ന പ്രസിദ്ധമായ സ്ഥാപനത്തിന് പിന്നിൽ ചാവറയച്ചൻ വഹിച്ച നിസ്തുലമായ പങ്ക് ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഒരു തിളക്കമുള്ള അധ്യായമാണ്. പിന്നീട് ഘട്ടം ഘട്ടമായി വികസിച്ച മാന്നാനം സെൻറ് ജോസഫ്സ് പ്രസ് ആയി നിലനിൽക്കുന്ന ഈ സ്ഥാപനം ഓരോ കേരളീയനും അഭിമാനമാണ്. ഇന്ന് ഭൗതികമായും സാംസ്കാരികമായും സാമ്പത്തികമായും ഉയർന്ന നിലവാരം പുലർത്തുന്ന കേരള ജനത ചാവറയച്ചൻ എന്ന മഹാനുഭവന്റെ മുൻപിൽ സ്നേഹാഞ്ജലി അർപ്പിക്കുന്നു. വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട അഭിമന്യ പിതാവേ, സിബിയച്ച, അൻവിനച്ച, എൻ്റെ കൂടപ്പിറപ്പുകളെ, അവരന് ഉപകാരം ചെയ്യാത്ത ദിവസം നിൻ്റെ ആയുസ്സിൻ്റെ കണക്കിൽപ്പെടുകയില്ല. ഭൂവിതിൽ ദിവ്യകാന്തി പരത്തി കടന്നുപോയ പുണ്യചര്യൻ്റെ ഓർമ്മകളെ എൻ്റെ മനം പുണരുമ്പോൾ ഓർമ്മയുടെ ഓളങ്ങളിൽ ആദ്യം വന്നെത്തുന്നത് ഭൂവാസികളെയും മുഴുവനെയും കൂടപ്പിറപ്പായി കണ്ട അദ്ദേഹത്തിൻ്റെ രൂപമായിരുന്നു. അവരെൻ്റെ കണ്ണിലെ കണ്ണീരൊപ്പി ജാതിയുടെയും മതത്തിൻ്റെയും വർഗഭേദത്തിൻ്റെയും മതിലുകളെ തെല്ലും ഗവനിക്കാതെ താൻ നടന്നു തീർത്ത ജീവിത വീഥികളിൽ ഓരോന്നും അവരുടെ ഉന്നതി മാത്രം മുന്നിൽ കണ്ട ഒരു പിതാവുണ്ടായിരുന്നു. അതെ,
അവഗണിക്കപ്പെട്ടവനും ദരിദ്രനും ഒരപ്പനുണ്ടായിരുന്നു. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. പാഠപുസ്തകങ്ങളിൽ നിന്ന് മാഞ്ഞുപോയ ആ സാമൂഹിക പരിഷ്കർത്താവ് ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾക്ക് മുൻപിൽ ഒരു പാഠപുസ്തകമായി രൂപം പ്രാപിച്ചിരിക്കുകയാണ്. മധുരമേറുന്ന ആ പാഠപുസ്തകത്തിൻ്റെ ജീവിതത്താളുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കട്ടെ. സെമിനാർ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അനിതര സാധാരണമായ പക്വതയും വിനയവും പരസ്പര സ്നേഹ താല്പര്യതയും കുര്യാക്കോസിൽ പ്രകടമായിരുന്നു. പരസ്നേഹം തന്നെയായിരുന്നു ദൈവസ്നേഹമെന്ന് വിശ്വസിച്ച ആളാണ് ചാവറയച്ചൻ. സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ കഴിയാതെ വന്നാൽ അദൃശ്യനായ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയുമെന്ന് ബൈബിളിലെ ചോദ്യം ചാവറയച്ചനിൽ ആഴത്തിൽ വേരൂന്നിയിരുന്നു. പുണ്യചര്യൻ്റെ ജീവിത താളുകളെ ഏറ്റവും ചേതോഹരമാക്കുന്നത് സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ കിടന്ന ദരിദ്രരെയും ജാതിയുടെയും വർഗത്തിൻ്റെയും പേരിൽ അടിമകളായ ജീവിതം ജീവിച്ചു തീർക്കേണ്ട ഗതി വന്ന ശൂദ്രർക്ക് വേണ്ടി ശബ്ദമുയർത്തിയതാണ്. അതെ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാനും വിദ്യയില്ലാത്തവന് വിദ്യയാകാനും ആ നല്ലപ്പന് സാധിച്ചു. പാവപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിൽ ഒരു രഹസ്യ സ്വഭാവം അദ്ദേഹം പുലർത്തിയിരുന്നു. സമ്പന്നരുടെ വീട്ടുകളിൽ നിന്ന് കുറച്ച് പഴകിയ വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന കാര്യത്തിലും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. സാധാരണക്കാരുടെ കൈവശം നാണയങ്ങൾക്ക് വിഷമമുണ്ടായിരുന്ന ആ കാലത്ത് ഒരു പിടി അരിയായിരുന്നു ഭിക്ഷയായി നൽകിയിരുന്നത്. പാവപ്പെട്ടവരുടെ പട്ടിണി അകറ്റാൻ പിടിയരി സ്വീകരിക്കുന്ന പദ്ധതി വിജയകരമായി അദ്ദേഹം നടപ്പിലാക്കി. വാർദ്ധക്യത്തിൻ്റെ അവശതകളും രോഗങ്ങളുമായി പീഡകത്തിണ്ണയിലും തെരുവുകളിലും അഭയം തേടിയിരിക്കുന്നവരോട് അദ്ദേഹത്തിന് തോന്നിയിരുന്ന കാരുണ്യത്തിൻ്റെയും ദീനദയാലുത്വത്തിൻ്റെയും പ്രതിരൂപമായി രൂപം കൊണ്ടതാണ് ഉപവിശാല എന്ന സ്ഥാപനം. തൻ്റെ ജന്മദേശമായ കൈനഗരിയിലാണ് അത് സ്ഥാപിച്ചത്. അവിടെ അന്തേവാസികളായിരുന്നവർക്ക് മാനുഷികമായ സ്നേഹവും സ്വാതന്ത്ര്യവും സ്വസ്ഥതയും ദൈവഭക്തിയും ഉണ്ടാകുന്നതിനുള്ള ഉചിതമായ ഏർപ്പാടുകളെല്ലാം അദ്ദേഹം ചെയ്തിരുന്നു. ജീവിതാന്ത്യത്തിൽ ശാന്തമായും സമാധാനമായും ഒരു നല്ല മരണം ലഭ്യമാകുന്നതിനും ചാവറയച്ചന് പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു. അതിന് സഹായമായി ഒരു നൽമരണ സഖ്യം അദ്ദേഹം ഉണ്ടാക്കി. മരണാസന്നരോട് സ്നേഹകാരുണ്യങ്ങളും അനുതാപവും പ്രകടിപ്പിച്ച് ശുശ്രൂഷിക്കാൻ കഴിയുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ സേവകരുടെ ഒരു കൂട്ടായ്മയായിരുന്നു അത്. 1.5 നൂറ്റാണ്ടിന് ശേഷം ഇതിൻ്റെ അനുകരണമെന്നോളം ഒരു കന്യാസ്ത്രീ കൽക്കട്ടയുടെ ഇരുൾ നിറഞ്ഞ ചേരിയിൽ കിടന്നവരെ ജീവനിലേക്ക് പിടിച്ചുയർത്തി. ഉള്ളിൽ ഉരുത്തിരിഞ്ഞ പ്രകാശത്തെ ഉലകാകെയും പരത്തി ഒരുക്കി തീർന്ന ഒരു മെഴുകുതിരി പോലെ ഈ പുണ്യശരീരൻ്റെ ജീവിതം അപരന് അന്നമായി, അറിവായി, കാരുണ്യമായി, വാത്സല്യമായി, കൂടപ്പിറപ്പിൻ്റെ സ്നേഹമായി ഉലകാകെയും തലോടിയ ഈ കുഞ്ഞു തന്നലിൻ്റെ ഓർമ്മയെന്ന് നമ്മളുടെ മുൻപിൽ ഒരു ചോദ്യമായി രൂപം പ്രാപിക്കുകയാണ്. വിശപ്പുള്ളവൻ്റെ അന്നമാകാൻ നിനക്കായോ? അറിവിനായി ദാഹിക്കുന്നവൻ്റെ ദാഹം നീ ശമിപ്പിച്ചോ? സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെയും അടിച്ചമർത്തപ്പെട്ടവരെയും നീ ചേർത്ത് പിടിച്ചോ? എൻ്റെ ഓർമ്മ നിനക്കൊരു തേങ്ങലായി മാറുന്നുവോ? ജീവിതത്തിലൂടെ ഈ ചോദ്യങ്ങൾക്ക് നമ്മൾക്ക് ഉത്തരം നൽകാം. നന്ദി, നമസ്കാരം. സാമൂഹിക പരിഷ്കരണത്തിൻ്റെ കാലോചിതമായ അനിവാര്യതയെക്കുറിച്ചും അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ സമുദ്ധാരണത്തെക്കുറിച്ചും മറ്റാരേക്കാളും മുമ്പേ ചിന്തിക്കുകയും അവയ്ക്ക് വേണ്ട കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്ത ക്രാന്തദർശിയായ കർമ്മയോഗിയായിരുന്നു ചാവറ കുര്യാക്കോസ് അച്ഛൻ. ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന നിലയിൽ പക്ഷേ അദ്ദേഹത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന് ഓർക്കേണ്ടതുണ്ട്. ആഗ്രഹിക്കുന്നത് പോലെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടേ അദ്ദേഹത്തിന് പൊതുപ്രവർത്തനം സാധ്യമായിരുന്നുള്ളൂ. എങ്കിലും സഭയ്ക്ക് പുറത്തുള്ള വിശാലമായ ലോകത്തിൻ്റെ നേർക്കും മാനവികതയുടെ തെളിനീരുറവയെ തുറന്നുവിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കുടുംബ ബന്ധത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും പ്രാധാന്യത്തെയും മഹത്വത്തെയും സൂചിപ്പിക്കുന്നതാണ് കത്തോലിക്ക ഭവനങ്ങളിൽ അദ്ദേഹം നടപ്പിലാക്കിയ തിരുക്കുടുംബ പ്രതിഷ്ഠ.
കുട്ടിയായ യേശുവിൻ്റെ ഇരുവശവും അമ്മയായ മറിയവും പിതാവായ യോസേപ്പും സ്നേഹവാത്സല്യത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രമാണിത്. മാതാവും പിതാവും മക്കളും ചേർന്ന് സ്നേഹത്തിലും ഉത്തരവാദിത്വത്തിലും വിനയത്തിലും ലാളിത്യത്തിലും അധിഷ്ഠിതമായ പവിത്രമായ ഒരു കുടുംബത്തെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. സമൂഹത്തിൻ്റെ പുറമ്പോക്കിലേക്ക് തിരസ്കരിക്കപ്പെട്ട, എല്ലാവരാലും അവഗണിക്കപ്പെട്ട രോഗികളും വാർദ്ധക്യബാധിതരും നിരാലംബരുമായ അവരെയും മരണാസന്നരെയും പുനരധിവസിപ്പിക്കുകയും സാഹോദര്യ സ്നേഹത്തോടും കരുണയോടും കൂടെ സംരക്ഷിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുക എന്നത് ദൈവ ശുശ്രൂഷയായി ചാവറയച്ചൻ കരുതി വന്നു. ദാരിദ്ര്യം കൊണ്ട് നീറി വിഷമിച്ച് ജീവിതാവശ്യങ്ങൾ നിർവഹിക്കാനാകാതെ കഷ്ടപ്പെടുന്നവരെ യഥാശക്തി സഹായിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചിരുന്നു. അതിനുവേണ്ടി രൂപതാ തലത്തിൽ ഒരു ധർമ്മ പദ്ധതി അദ്ദേഹം നടപ്പിലാക്കി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും അദ്ദേഹം ലക്ഷ്യമാക്കിയിരുന്നത്. അശരണരായ രോഗികൾക്ക് ചികിത്സാ സഹായം, നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം, കിടപ്പാടമില്ലാതെ വിഷമിക്കുന്നവർക്ക് അത്യാവശ്യ സഹായം തുടങ്ങിയ പലതരം ആവശ്യങ്ങൾ അദ്ദേഹം നിർവഹിച്ചു. ലഭ്യമായ ലളിത ജീവിത സൗകര്യങ്ങളിലൊതുങ്ങി സംതൃപ്തി അടയുന്നതിൽ കവിഞ്ഞ് തൻ്റേതായ ഒരാവശ്യവും അദ്ദേഹം ഉന്നയിച്ചിരുന്നില്ല. തന്നെ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തവരോട് വിരസത പ്രകടിപ്പിക്കുകയോ പരിഭവമോ മറുപടിയോ പറയുകയോ ചെയ്യാതെ അവർക്ക് തന്നാലാകുന്ന നന്മ ചെയ്യാനും സഹായിക്കാനുമുള്ള മഹാമനസ്കത മാത്രമേ അദ്ദേഹം പുലർത്തിയിരുന്നുള്ളൂ. നന്ദി. തൻ്റെ ഭൗതിക ജീവിതത്തിൽ എല്ലാത്തിനുമൊപ്പം കുടുംബ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ചാവറയച്ചനിൽ പല കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നു. 63 വയസ്സായപ്പോഴേക്കും ചാവറയച്ചൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടങ്ങി. അന്ത്യനിമിഷം വരെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം. അങ്ങനെ അണയും മുൻപ് ആളിക്കത്തിയ സാമൂഹിക സ്നേഹത്തിൽ സർഗാത്മകമായ അന്തിമ ജ്വലനമായി രൂപപ്പെട്ട കൃതിയാണ് ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ. കുടുംബമാണ് സമൂഹ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന നിലയിൽ വിശ്വാസപരവും മൂല്യപരവുമായ കാഴ്ചപ്പാടുകൾക്ക് വേരുറപ്പിക്കേണ്ടത് കുടുംബത്തിലാണ് എന്ന് അദ്ദേഹം കണ്ടു. വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്ന് സ്നേഹാദരങ്ങളും സംരക്ഷണവും ലഭിക്കണമെന്നത് കുടുംബ വ്യവസ്ഥതയുടെ സ്വാഭാവിക നീതിയാണ്. എന്നാൽ എല്ലാ മാതാപിതാക്കൾക്കും ഇത് മക്കളിൽ നിന്ന് ലഭിക്കണമെന്നില്ല. അതിനെ സംബന്ധിച്ച് ചാവറയച്ചൻ പറയുന്നത് ഒരു ബൈബിൾ വാക്യത്തെ അനുസ്മരിക്കും വിധമാണ്. നീ എന്തുകൊണ്ട് അളക്കുന്നുവോ അതേ അളവുകോൽ കൊണ്ട് നീയും അളക്കപ്പെടും. 1868 ഒരു നല്ല പിതാവിൻ്റെ ചാവരുൾ എഴുതിയത്. കുടുംബജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും പരസ്പര സ്നേഹത്തിലും ഐശ്വര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകമായ ശരിയായ ഉപദേശങ്ങളാണ് ഇതിലെ പ്രതിപാദ്യം. സ്നേഹബന്ധങ്ങൾ നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ആരോടും കടം വാങ്ങാതിരിക്കുക എന്നതാണ്. വാങ്ങിപ്പോയെങ്കിൽ കഴിയുന്നത്ര വേഗം അത് തിരികെ കൊടുക്കുകയും വേണം. കാരണം കടം വാങ്ങൽ സ്നേഹബന്ധത്തിന് ഉലച്ചിലുണ്ടാക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അഹംഭാവം വെടിഞ്ഞ് വിനയമുള്ളവരായിരിക്കുന്നത് മഹിമയാർന്ന കാര്യമാണ്. അഹങ്കാരം വിനാശകരമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അടിയന്തരങ്ങളുടെ പേരിൽ അമിതമായി പണം ദൂർത്തടിച്ച് ആഘോഷങ്ങൾ നടത്തുന്ന പ്രവണതയെ ചാവറയച്ചൻ ശക്തിയായി അപലപിക്കുന്നുണ്ട്. അമിതമായ ധൂർത്തും ആർഭാടവും സാമൂഹിക തിന്മയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. വലിയ പ്രകാശം പരത്തി ആളിക്കത്തി അണഞ്ഞു പോകുന്ന ഒരു വൈക്കോൽ തുരുവിന് തീ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കെടാതെ നിന്ന് കത്തുന്ന ഒരു ചെറുവിളക്കിൻ്റെ വെളിച്ചം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അടുക്കും ചിട്ടയും വൃത്തിയും ധാർമ്മികതയും ദൈവിക വിശ്വാസവുമില്ലാത്ത കുടുംബവുമായി ബന്ധം സ്ഥാപിക്കരുത്. ജോലി ചെയ്യുന്നത് എപ്പോഴും ജീവിതാന്തസ്സിന് നിരക്കുന്ന വിധമായിരിക്കണം. പണിയെടുക്കാതെ ഭക്ഷിക്കുന്നത്
അന്തസ്സും അഭിമാനവുമുള്ളവർക്ക് ചേരുന്നതല്ല. അത് മാന്യതയ്ക്ക് പറ്റിയതുമല്ല. മദ്യപാനം കുടുംബത്തിൻ്റെ സമാധാനവും അന്തസ്സും കെടുത്തിക്കളയുമെന്നറിയുക. ജീവിതത്തെ അർത്ഥവെക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം പരോപകാരമാണ്. എന്തെങ്കിലും പരോപകാരം ചെയ്യാത്ത ദിവസം മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ പുസ്തകത്തിൽ നിന്ന് നീക്കപ്പെടും എന്ന് അദ്ദേഹം പറയുന്നു. ഒരു ഭിക്ഷക്കാരനും നിന്റെ വീട്ടിൽ നിന്ന് വെറും കൈയോടെ മടങ്ങിപ്പോകാനിടയാകരുത്. ഇല്ലാത്തവർക്ക് ഉള്ളവരാണ് നൽകേണ്ടത്. ഉള്ളതിൽ ഒരു ഓഹരി പങ്കുവെക്കാനുള്ള സന്നദ്ധതയാണ് കാര്യം. നാടോടുമ്പോൾ നടുവേ എന്ന മട്ടിൽ അനീതി നിറഞ്ഞ ലോകത്ത് അല്പം നുണയും തട്ടിപ്പും ചതിയും സൂത്രവുമൊക്കെയാകാം എന്ന ധാരണയിൽ വളരാനിടയാകരുത്. അത് വിനാശത്തിന് വഴിയൊരുക്കും. അന്ധകാരത്തിൻ്റെ നടുവിലും ഒരു കൈത്തിരി തെളിക്കുന്ന മട്ടിൽ സത്യത്തെയും നീതിയെയും സദാ മുറുകെ പിടിക്കാൻ ശീലിക്കണം. തെറ്റുകൾ കണ്ടാൽ കുറ്റപ്പെടുത്താതെ തിരുത്താൻ ശ്രദ്ധിക്കണം. 150 കൊല്ലം മുൻപ് കുടുംബ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ചാവറയച്ചനിൽ പല ആധുനിക കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നു എന്നതിന് ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ എന്ന കൃതി പ്രത്യക്ഷ സാക്ഷ്യമാണ്. നന്ദി. പിതാവേ, സിബി അച്ഛ, അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് ചാവറ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇപ്രകാരം വ്യക്തവും ശക്തവുമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ടോപ്പിക്കിനോട് പൂർണ്ണമായി ഉത്തരവാദിത്വം പുലർത്തിക്കൊണ്ട് വ്യക്തവും ശക്തവുമായി പറഞ്ഞ ഈ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ആദ്യം തന്നെ അഭിനന്ദനം നൽകുകയാണ്. ഒരു ചാവറ പിതാവിൻ്റെ ജീവിതം എപ്രകാരമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ സേവനങ്ങളെക്കുറിച്ച് പറഞ്ഞു. തുടർന്ന് സാമൂഹ്യ മേഖല, പിന്നെ കുടുംബപരം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചാവറയച്ചനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്കറിയാവുന്നതാണ്. നമുക്ക് ആർക്കെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള വ്യക്തികൾ തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയുകയും നമുക്കത് മനസ്സിലാക്കി തരികയും ചെയ്യുന്ന. അതുകൊണ്ട് തന്നെയായിരിക്കും ബഹുമാനപ്പെട്ട സിബി അച്ഛൻ ഇങ്ങനെയൊരു ഉദ്യമത്തിന് തയ്യാറായത്. നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ 3-4 വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്ത് അവർക്ക് വിശുദ്ധ ചാവറ പിതാവിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തരുവാൻ. ഇപ്പോൾ ഏകദേശമെങ്കിലും നിങ്ങൾക്ക് ചാവറയച്ചനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായോ? അതോ ഇന്നത്തെ ഏകദേശം ഒരു 3/4 മണിക്കൂർ ആദ്യത്തെ അവർ നഷ്ടപ്പെട്ടു എന്ന സന്തോഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്? എന്തായാലും ചെറുതായിട്ടൊക്കെ ഇല്ലേ സന്തോഷം? അപ്പോൾ ചെറിയ സന്തോഷമൊക്കെ നല്ലതാണ്. എന്നാലും നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമുക്കറിയാലോ, നമ്മളെ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമല്ലേ? അറിയത്തില്ലേ? നമ്മുടെ അപ്പൻ്റെ കഥകളൊക്കെ നമുക്കറിയാം, നമ്മുടെ വല്യപ്പൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. പിന്നെ നമുക്കൊരു ഫാമിലി നെയിമൊക്കെ ഇല്ലേ, കുടുംബ പേര് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പണ്ട് നമ്മൾ പല സിനിമകളിലൊക്കെ കാണും. കുടുംബ പേരിനെക്കുറിച്ച് വളരെയേറെ അഭിമാനിക്കുന്ന വ്യക്തികളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ അഭിമാനപൂർവ്വം പറയും എൻ്റെ ഉപ്പുപ്പായിക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്നൊക്കെ ബഷീറൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതേപോലെ നമ്മൾ വളരെയേറെ അഭിമാനിക്കാറുണ്ട് നമ്മുടെ കുടുംബ ചരിത്രത്തെക്കുറിച്ച്. അതേപോലെ തന്നെ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥാപനത്തിന് എങ്ങനെയാണ് ഈ സ്ഥാപനം ഉണ്ടായത്, അതിൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു, ആരുടെ മനസ്സിലാണ് ഇത് ഉത്ഭവിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വിശുദ്ധ ചാവറ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നമ്മൾ പറഞ്ഞു 1831 ഇങ്ങനെ 1805 ജനിക്കുമ്പോൾ അന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യം എപ്രകാരമായിരിക്കുമെന്നൊന്ന് മനസ്സിൽ കാണുവാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കി. ഇപ്പോൾ നമ്മൾ ഏത് വർഷം 2025, ഇതിനേക്കാൾ ഒരു 200 വർഷം പിന്നിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നല്ല രസമായിരിക്കും അല്ലേ? അത്യാവശ്യം നല്ല രസമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി നമ്മൾ പറയുക ജാതി വർഗ
ഇതിൻ്റെയൊക്കെ ഭിന്നതകളൊക്കെ നിലനിന്നുകൊണ്ടിരുന്നു. ഈ നമ്മൾ ഉച്ചനീചിത്വങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊട്ടുകൂടായ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഇത്രയേറെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. കൈവയ്ക്കാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം. വിദ്യാഭ്യാസ മേഖലയിൽ കൈവച്ചു, സോഷ്യൽ വർക്ക്, സാമൂഹ്യ സേവനത്തിൽ. എന്നാൽ ഇതിൻ്റെ എല്ലാം കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുടുംബങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി വളരെയേറെ പ്രയത്നിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് എന്നാണ് അദ്ദേഹം തന്നെ വിളിച്ചത്. ഇപ്പോൾ ഓൾറെഡി തന്നെ പ്രബന്ധം അവതരിപ്പിച്ച ഒരു വിദ്യാർത്ഥി പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഇപ്രകാരം തന്നെ ചാവറയച്ചൻ ഒരു സൈഡിലിരിക്കുകയും സൈഡിൽ തിരുക്കുടുംബത്തിൻ്റെ ഒരു പടവും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബത്തെ വളരെയേറെ വളർത്തുവാനും പരിപോഷിപ്പിക്കുവാനും അദ്ദേഹം വളരെയേറെ പ്രയത്നം നടത്തിയ വ്യക്തിയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എവിടെ പോകാൻ വേണ്ടിയാണ്? ടൂറ് പോകാനൊക്കെ ഇഷ്ടമാണ്. ഒരു 2-3 ദിവസമൊക്കെ ടൂറൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ആഗ്രഹം? എത്രയും വേഗം വീട്ടിൽ തിരിച്ചെത്തണം. ഈ നമ്മൾ പറഞ്ഞ പോലെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത ആഗ്രഹം വീട്ടിൽ പോകണം. എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ പോകണമെന്ന് ഇത്ര ആഗ്രഹം? എന്താണെന്ന് ചിലപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാലും നമ്മുടെ ഉള്ളിനുള്ളിൽ പറയും എത്രയും വേഗം എത്തണം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വീട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നത്? നമ്മുടെ വീട് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സുരക്ഷിതത്വം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കംഫേർട്ട് നൽകുന്ന സ്ഥലമാണ്, അല്ലേ? ചിലർക്കൊക്കെ ഇല്ലാത്തവരുണ്ടെങ്കിൽ സോറി, എന്നാലും നമ്മൾ പറയുന്നവരൊരു നമ്മൾ 100 പേരിൽ 90 പേര് സമ്മതിക്കുകയാണെങ്കിൽ അതൊരു ഇത് തന്നെയായിട്ട് കണക്ക് കൂട്ടാം. അന്നേരപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വീടിനോട് ഇത്രയേറെ ഇഷ്ടം കരുതുന്നത്? കാരണം അവിടെ നമുക്ക് സുരക്ഷിതത്വം തരുന്നുണ്ട്, അവിടെ നമുക്ക് എന്ത് വേണേലും ചെയ്യാം. കാരണം എന്നെ അറിയുന്ന സമൂഹമാണ് എൻ്റെ ചുറ്റുമുള്ളത്. എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എൻ്റെ നമ്മുടെ സഹോദരങ്ങളെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു പഴയ ഒരു കഥ ഇപ്രകാരമാണ്, നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ്. ഒരു തേന്മാവ് ഒരു പുഴയുടെ സൈഡിൽ ഉണ്ട്. അപ്പോൾ തേന്മാവിൽ ഒരു കുരങ്ങനുണ്ട്, കുരങ്ങനൊരു കുടുംബമുണ്ട്. താഴെ ഈ പുഴയിൽ ഒരു ആരുണ്ട്? മുതലയുണ്ട്, മുതലയ്ക്കും കുടുംബമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മുതലയ്ക്ക് എന്നും ഈ കുരങ്ങൻ ഈ മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് ഈ തേന്മാങ്ങ കൊണ്ടുപോയി മുതലയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. കേട്ടിട്ടുണ്ടോ ഈ കഥ? ഇല്ല? എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ട് കേട്ടോ. കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുന്നു. അപ്പം മുതലയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. അന്നേരം മുതല എന്നെയും തനിക്ക് കിട്ടുന്ന കുറച്ച് മാങ്ങ തിന്നും, അത് കഴിഞ്ഞ് തൻ്റെ കുടുംബത്തിൽ കൊണ്ടുപോയി കൊടുക്കും. അന്നേരപ്പോഴിങ്ങനെ ഈ മുതലയുടെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, ഇത്ര നല്ല മധുരമുള്ള ഈ തേന്മാങ്ങ തിന്നുന്ന ഈ കുരങ്ങൻ്റെ ഹൃദയത്തിന് എത്ര നല്ല മധുരമുണ്ടാവും. എങ്ങനെയെങ്കിലും ഈ കുരങ്ങൻ്റെ ഹൃദയം സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുതലയുടെ ഭാര്യ മുതലയോട് പറഞ്ഞു വിടുകയാണ്, എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ട് വരണം, എനിക്ക് ആ ഹൃദയം തിന്നണം, ആ ടേസ്റ്റുള്ള ഹൃദയം എനിക്ക് തിന്നണം. അന്നേരപ്പോൾ ഒരു ദിവസം മുതല കരക്കെത്തി കുരങ്ങനെ കൺവിൻസ് ചെയ്തു. അങ്ങനെ കുരങ്ങനെ കൂട്ടിക്കൊണ്ട് കുരങ്ങനോട് പറഞ്ഞ് നമുക്കൊരു സർക്കിട്ട് പോകാം, ഒരു ട്രിപ്പൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ കൂട്ടുകാർ നമ്മളെ വിളിക്കാറില്ല ട്രിപ്പ് പോകാമെന്നൊക്കെ പറഞ്ഞ്. ഇല്ല, എന്നാലും കുറച്ച് നേരം ഇപ്പോൾ വിളിച്ചില്ലെങ്കിലും പിന്നീട് വിളിക്കാൻ ആൾക്കാർ വന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ട്രിപ്പൊക്കെ പോകാൻ വേണ്ടി അന്നേരം കുരങ്ങനെ മുതലയുടെ പുറത്ത് കയറി കുരങ്ങനെയും കൊണ്ട് പോയപ്പം പഴിയെത്തിയപ്പോൾ ഉറ്റ സുഹൃത്തായതുകൊണ്ട് മുതലയ്ക്ക് ഭയങ്കര വിഷമം. ഞാനിവനെ കൊല്ലാൻ കൊണ്ടുപോവുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് മുതല കൺഫസ് ചെയ്തു. അതായത് ഞാൻ നിൻ്റെ ഹൃദയം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അന്നേരപ്പോൾ ഈ മുതലയോട് കുരങ്ങൻ പറയുകയാണ്, ആഹാ നീ എന്ത് സുഹൃത്താണ്, ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ എൻ്റെ ഹൃദയം എൻ്റെ കൂടെ കൊണ്ടുവരാറില്ല, ഞാൻ എൻ്റെ വീട്ടിലാണ് ഹൃദയം വെക്കാറുള്ളത്. എന്നിട്ട് മുതല തിരിച്ചു കൊണ്ടുപോയി കുരങ്ങനെ വിടുന്നു. കുരങ്ങൻ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ വീട്. അപ്പോൾ അങ്ങനെ നമുക്ക് സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള പരസ്പരമുള്ള ബന്ധം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളും എപ്രകാരമാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ പരസ്പരം എങ്ങനെ വളർത്തണമെന്ന് ഉദ്ബോധിച്ചുകൊണ്ട് ചാവറയച്ചൻ തൻ്റെ
അവസാന നിമിഷത്തിൽ എഴുതിയ കൃതിയാണ് ഒരു നല്ല അപ്പൻ്റെ ചാവുരുൾ എന്ന് പറഞ്ഞ ഈ പുസ്തകം. ഈ പുസ്തകത്തും വായിക്കുകയാണെങ്കിൽ ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 160 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പുസ്തകമാണ്. ഈ പുസ്തകം ചിലപ്പോൾ CBH നിങ്ങൾക്ക് തരുമായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ലൈബ്രറി കാണും. ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇന്നും നമ്മുടെ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് നൽകുന്ന കാര്യങ്ങളാണ്. അത്രയേറെ കുടുംബത്തെ സ്നേഹിച്ച് കുടുംബത്തെ വളർത്തുവാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ് വിശുദ്ധ ചാവറപിതാവ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും ഈറ്റില്ലം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം വളർച്ചയ്ക്ക് ഉപയുക്തമാകുന്ന സ്ഥലമെന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൻ്റെയൊക്കെ ഇൻസ്പിറേഷൻ നൽകിയ ചാവറയച്ചനെ നമുക്ക് അനുസ്മരിക്കാം. അദ്ദേഹത്തിൻ്റെ തിരുനാളിലേക്ക് നമുക്ക് കൂടുതൽ അടുത്തൊരുങ്ങാം. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഈ ചാവറയച്ചൻ പകർന്നതല്ല, അന്ന് ചാവറയച്ചൻ ഇത്രയേറെ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇന്ന് നമുക്ക് എത്ര പേർക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ നൽകുവാൻ സാധിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ഇന്ന് നമുക്ക് പലതരം AI വന്നു. AI കൊണ്ട് നമ്മൾ പറയുന്ന പോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. നമ്മുടെ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പമുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ചെയ്യാറുണ്ടോ? ചാറ്റ് GTP ഒക്കെ ഉപയോഗിക്കാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടോ? ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ കൈവക്കാവോ? എന്നാൽ വളരേണ്ടിയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾ ഇത്രയേറെ ആധുനിക പല കാര്യങ്ങളും സ്രോതസ്സുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്രമാത്രം പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ സ്കൂളിൽ ഒരു സ്ഥലത്ത് ഒരു സാധനം എഴുതിയിരിക്കുന്നത് കണ്ടു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നോട്ട് മീ ബട്ട് യു. എവിടെ കണ്ടിട്ടുള്ളേ? അതാണോ? അതിനകത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? NSSകാരൊക്കെ ഇല്ലേ കുറേ പേര്? സോറി, നോട്ട് മീ ബട്ട് യു. അതായത് നമ്മുടെ ഓരോരുത്തരും നമ്മളിലേക്ക് ഒതുങ്ങാതെ മറ്റുള്ളവരിലേക്ക് വളർച്ച പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും ഉണ്ടാവുക. അതായത് സെൽഫിഷ് ആകാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. ഇതുതന്നെയാണ് വിശുദ്ധ ചാവറപിതാവിൻ്റെ ജീവിതത്തിലും കാണുന്നത്. അദ്ദേഹത്തിന് തൻ്റെ കാര്യം നോക്കി പോയിരുന്നെങ്കിൽ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ എൻ്റെ ബോറൻ പ്രസംഗം കേട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇരിക്കേണ്ടി വരുകയില്ലായിരുന്നു. ഇതിൻ്റെ എല്ലാം പ്രശ്നക്കാരനാരാണ്? ചാവറപിതാവാണ്. അപ്പോൾ ചാവറപിതാവ് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കാര്യം മാത്രം നോക്കാതെ, ഇടയ്ക്കൊക്കെ നമ്മുടെ കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു പ്രശ്നമുണ്ട്. അർത്ഥം മാറിയില്ലേ? നമ്മളെ തന്നെ നോക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും കൂടെ ഉയർത്തുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു. വിശുദ്ധ ചാവറയച്ചൻ്റെ ജീവിതത്തിൻ്റെ അനർഘ നിമിഷത്തിലൂടെ നമ്മെ യാത്ര ചെയ്യിച്ച നമ്മുടെ സീനിയേഴ്സിന് ഒരു സ്നേഹോപകാരം നൽകുന്നതിനായി അഭിവന്ദ്യ മോർ ജോസഫ് കുന്നത്ത് പിതാവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തതായി ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നതിനായി സ്കൂൾ വൈസ് ചെയർപേഴ്സൺ അയനെ ക്ഷണിക്കുന്നു. കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാനധാരയിൽ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച യുഗപുരുഷനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ തിരുനാൾ തിരുസഭ ഇന്ന് കൊണ്ടാടുകയാണ്. ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. നമുക്കേവർക്കും പ്രിയപ്പെട്ട സിബിയച്ചൻ രചിച്ച പ്രാർത്ഥനാഗാനം വളരെ മനോഹരമായി ആലപിച്ച പ്രിയ കൂട്ടുകാർക്ക് നന്ദി പറയുന്നു. സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിൻസിപ്പൽ സിബി അച്ഛന് നന്ദി അർപ്പിക്കുന്നു. ഇന്ന്
ഇന്നത്തെ ഈ പുണ്യദിനത്തിൽ തൻ്റെ സാന്നിധ്യം കൊണ്ടും അനുഗ്രഹ പ്രഭാഷണം കൊണ്ടും ഈ പരിപാടി മഹത്വരമാക്കിയ അഭിവന്ദ്യ മാർജോസ് കുന്നത്ത് പിതാവിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിതാവിനെ അനുഗമിച്ച് ഇവിടെ എത്തിച്ചേർന്ന പിതാവിൻ്റെ സഹോദരപുത്രനായ വിൻസെന്റ് സാറിന് നന്ദി അർപ്പിക്കുന്നു. ഈ ദിവസത്തിൻ്റെ സന്ദേശം നമ്മോട് പങ്കുവച്ച റവറൻ ഫാദർ അൻവിൻ മണ്ണൂരിന് സെൻറ് മേരീസ് ഫാമിലിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. വിശുദ്ധ ചാവറയച്ചൻ്റെ ജീവിതത്തിൻ്റെ അനർഘ നിമിഷങ്ങളിലൂടെ നമ്മെ യാത്ര ചെയ്യിച്ച +2 വിഭാഗത്തിലെ വിദ്യാർത്ഥികളായ അനയ സണ്ണി, ഷാരോൺ സജി, അനറ്റ്, അമേയ, അഞ്ജന, അനീഷ് സണ്ണി എന്നിവർക്ക് നന്ദി അർപ്പിക്കുന്നു. ഈ പരിപാടി മനോഹരമാക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.